കഴിഞ്ഞ ദിവസം നമ്മൾ ഓതി അവസാനിപ്പിച്ച 3 ആയത്തുകൾ ഉണ്ടായിരുന്നു. അതൊന്ന് ഓതി നോക്കണം, എല്ലാവരും ശ്രദ്ധിക്കാം. كي نسبحك كثيرا ونذكرك كثيرا إنك كنت بنا بصيرا. മോദിക്ക് എല്ലാവരും إنك كنت بنا بصيرا كي نسبحك كثيرا ونذكرك كثيرا إنك كنت بنا بصيرا. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറയാണ്, അള്ളാഹുവേ, നിന്നെ ധാരാളം സ്മരിക്കുന്നവനാകാൻ, നിന്നെ ധാരാളമായി തസ്ബീഹ് നടത്തുന്നവനാകാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ സഹായങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നിനക്ക് ഞങ്ങളുടെ എല്ലാ സാഹചര്യങ്ങളും ദുർബലതകളും പോരായ്മകളൊക്കെ അറിയാവുന്നതാണ്. ഇന്നക കുന്ത ബിനാ ബസീറാ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിനക്ക് കണ്ടറിയാൻ കഴിയുന്നവനാണ്, നീ അറിയുന്നവനാണ്. അതുകൊണ്ടാണ് റബ്ബെ നിന്നോട് ചോദിക്കുന്നത്. അപ്പോ ഇതൊക്കെ ചോദിച്ച് ഇതൊക്കെ ആവശ്യപ്പെട്ടപ്പോൾ അള്ളാന്റെ മറുപടി എന്തായിരുന്നു എന്നാണ്. ഖാല ഖദ് ഊതീത സുഅലക യാ മൂസാ വലഖദ് മനന്നാ അലൈക മറത്തൻ ഉഖ്റാ. ഈ 36ഉം 37ഉം ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിക്കേണ്ടത്. ഖുർആനിൽ നോക്കിയിട്ട് ശ്രദ്ധിച്ച് ഓതുക. قال قد أوتيت سؤلك يا موسى قال قد أوتيت سؤلك يا موسى وَلَقَدْ مَنَنَّا عَلَيْكَ مَرَّةً أُخْرَى وَلَقَدْ مَنَنَّا عَلَيْكَ مَرَّةً أُخْرَى وَلَقَدْ مَنَنَّا عَلَيْكَ مَرَّةً أُخْرَى قَالَ قَدْ أُوتِيتَ سُؤْلَكَ يَا مُوسَى وَلَقَدْ مَنَنَّا عَلَيْكَ مَرَّةً أُخْرَى قَالَ قَدْ أُوتِيتَ سُؤْلَكَ يَا مُوسَى وَلَقَدْ مَنَنَّا عليك مرة أخرى قال قد قاف പിന്നീട് സുഇലക യാ മൂസ വലഖദ് ദാൽ സുകൂന് വലഖദ് മനന്ന നൂനിന് ശദ്ദ് വന്നിട്ടുണ്ട് മനന്ന അലൈക മറത്തൻ ഉഖ്റ. അവിടെ മറത്തൻ ഉഖ്റ എന്ന് പറയില്ല, തൻവീന് ശേഷം അലിഫ് ഹംസ ആണ്, അതുകൊണ്ട് മറത്തൻ ഉഖ്റ. ഒന്നുകൂടി ഒതുക്കിയേ. വളരെ ചെറിയ 2 ആയത്തുകളാണ്, പക്ഷേ അല്ലാഹു തആല മൂസാ നബിക്ക് കൊടുക്കുന്നൊരു മറുപടിയാണ്. ഖാല, അല്ലാഹു തആല പറഞ്ഞു, ഖദ് ഊതീത,
മൂസാ നബിയെ ഖദ് തീർച്ചയായും ഊതീത നിനക്ക് നൽകിയിരിക്കുന്നു, തീർച്ചയായും നിനക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഊതീത നിനക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എന്ത് നൽകപ്പെട്ടിരിക്കുന്നു? സുഅലക നിന്റെ ചോദ്യം, നീ ചോദിച്ചത്, നീ എന്താണോ എന്നോട് ആവശ്യപ്പെട്ടത് അത് നിനക്കിതാ നൽകപ്പെട്ടിരിക്കുന്നു. യാ മൂസ, അല്ലയോ മൂസ, ഹേ മൂസ എന്നർത്ഥം. മൂസാ നബിയെ നിങ്ങൾ എന്താണോ എന്നോട് ചോദിച്ചത്, ആവശ്യപ്പെട്ടത് അതിതാ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. മഹാനായ അബ്ദുറഹ്മാൻ നാസിർ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുകയാണ്, ഉഅതീതു ജമീഅ മാ ത്വലബ്ത, മൂസാ നബിയെ നിങ്ങൾ ആവശ്യപ്പെട്ടതൊക്കെ നിങ്ങൾക്കിതാ തരാണ്. എന്തൊക്കെയാണ്? സനശ്റഹു സദ്റക, ഹൃദയത്തിന് വിശാലത തരണേന്നാണ് ചോദിച്ചത്, അതിതാ തന്നിരിക്കുന്നു. വനുയസ്സിറു അംറക വയസ്സിർ ലി അംരി എന്നാ പറഞ്ഞത്, കാര്യങ്ങൾ എളുപ്പാക്കി തരണേന്നാ പറഞ്ഞത്. നിന്റെ കാര്യങ്ങൾ ഇതാ നിനക്ക് ഇനി എളുപ്പമായിരിക്കും. പിന്നെ നാവിനൊരു പ്രയാസം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, നിന്റെ നാവിന്റെ ആ കെട്ടുക്കുടുക്കും കുടുസതകളും ഇതാ ഒഴിവാക്കി തന്നിരിക്കുന്നു. ഞാൻ പറയുന്നതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവുകയും ഗ്രഹിക്കാനും പറ്റണമെന്ന് പറഞ്ഞു. വയഫ്ഖഹു ഖൗലക, നിന്റെ വാക്കുകൾ അവർക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന രൂപത്തിലാക്കിയിട്ടുണ്ട്. എനിക്ക് ശക്തി പകരണം, ഒരു സഹായി വേണമെന്നല്ലേ പറഞ്ഞത്. വനശുദ്ദു അദുദക ബി അഖീക ഹാറൂൻ, സഹോദരനായ ഹാറൂനെ നിനക്കിതാ സഹായിയായി തരുന്നു. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറിൽ പറഞ്ഞിരിക്കുന്നത് ഈ 2-3 ആയത്തുകൾ, ഇനി പറയുന്ന കുറച്ച് ആയത്തുകൾ, ഹാദിഹി ഇജാബത്തുൻ മിനല്ലാഹി ലിറസൂലിഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. ഈ ആയത്തുകൾ മൂസാ നബി ഇതുവരെ അള്ളാഹിനോട് അങ്ങോട്ട് ചോദിച്ചതിന് അള്ളാഹ് ഇങ്ങോട്ട് നൽകുന്ന മറുപടി വാക്കുകളാണ്. ഫീമാ സഅല മിൻ റബ്ബിഹി അസ്സ വജല്ല, റബ്ബിൽ നിന്നുള്ള മറുപടിയാണ്. മുൻപ് ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർമ്മപ്പെടുത്തലാണ്. ജനിച്ച സമയത്ത് ഉമ്മയിലൂടെ ഉണ്ടായ ചില സഹായങ്ങളും മറ്റുമൊക്കെ വരുന്ന ആയത്തുകളിൽ പറയുന്നുണ്ട്. അതിൻ്റെ തുടക്കമാണ് മൂസാ നബിയെ നിങ്ങൾ ചോദിച്ചത് നിങ്ങൾക്കിതാ നൽകിയിരിക്കുന്നു. നമ്മൾ ചോദിച്ചാലാണ് അള്ളാഹ് തരിക. അതിലൊരു തത്വം അതിലുണ്ട്. മൂസാ നബിയെ നിങ്ങൾ ചോദിച്ചത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. നമ്മൾ ചോദിക്കണം. സൂറത്ത് ഇബ്രാഹിമിൽ അല്ലാഹ് പറഞ്ഞല്ലോ, ആതാകും മിൻ കുല്ലി മാ സഅൽതുമു, നിങ്ങൾ ചോദിച്ചത് നിങ്ങൾക്കവൻ നൽകിയിരിക്കുന്നു. വഇദാ സഅലക ഇബാദി അന്നി, എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ പറയൂ ഞാൻ സമീപസ്ഥനാണ്. അള്ളാഹിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അള്ളാഹിനോട് ചോദിക്കാത്തവനെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല എന്നാണ്. നമ്മൾ സമൂഹത്തിന്റെ കാഴ്ചപ്പാട് തിരിച്ചേക്കും. നമ്മളോട് ഒരാൾ കുറേ ദിവസം വന്നൊരു സഹായം ചോദിക്കുന്നത് നമുക്ക് ദേഷ്യമായിരിക്കും. എന്നാൽ അള്ളാഹുവിനോട് ഒരാൾ ചോദിക്കുന്നില്ലെങ്കിലാണ് ദേഷ്യം. ഇന്നഹു മൻ ലം യസ്അലില്ല, അള്ളാഹുവിനോട് ചോദിക്കുന്നില്ലെങ്കിൽ യഗ്ളബ് അലൈ, അവനോട് അള്ളാഹു ദേഷ്യം പിടിക്കും. അള്ളാഹു അവനോട് ദേഷ്യം പിടിക്കും. മാത്രമല്ല, എന്തൊക്കെ നമ്മൾ ചെയ്തു വെച്ചാലും അള്ളാഹിനോട് ചോദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാത്ത ആളുടെ അമലുകൾ പരിഗണിക്കൂല. അള്ളാഹിനോട് നിരന്തരമായി ചോദിച്ചുകൊണ്ട്, എന്തൊക്കെ ചോദിക്കണം? ഹിദായത്തിന് ചോദിക്കാം, റഹ്മത്തിന് ചോദിക്കാം, മഗ്ഫിറത്തിന് ചോദിക്കാം, റിസ്ഖിന് ചോദിക്കാം, എല്ലാതും ചോദിക്കാം. ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും, നിങ്ങളുടെ ദുആയൊന്നുമില്ലെങ്കിൽ നിങ്ങളെ അള്ളാഹ് പരിഗണിക്കൂല. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളിൽപ്പെട്ടതാണ് അള്ളാഹിനോടൊരാൾ ഫദ്ല് ചോദിക്കുക. സലുല്ലാഹ മിൻ ഫദ്ലിഹി, അള്ളാഹുവിൻ്റെ ഫദ്ലിൽ നിന്ന് ചോദിക്കുക. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങാണ്, ബിസ്മില്ലാ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, പിന്നെന്താ ചോദിക്കണത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക, അല്ലാഹുവേ നിന്റെ ഫദ്ലിൽ നിന്ന് ഞാൻ ചോദിക്കുന്നു, ഔദാര്യം ചോദിക്കുന്നു. സലുല്ലാഹ മിൻ ഫദ്ലിഹി, അള്ളാഹിന്റെ ഫദ്ൽ നിങ്ങൾ ചോദിക്കുക. ഫഇന്നല്ലാഹ അസ്സ വജല്ല യുഹിബ്ബു അൻ യുസ്അല,
അള്ളാഹുവിനോടത് ചോദിക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു. നമ്മുടെ പുസ്തകത്തിലുണ്ട സംഭവങ്ങളൊക്കെ 95 പേജിൽ. മാത്രമല്ല ഒരു ഹദീസിൽ അവിടുന്ന് പറയുന്നുണ്ട്, ലൈസ ശൈഉൻ അക്റം അലല്ലാഹി തആല മിനദ് ദുആ. പ്രാർത്ഥനയേക്കാൾ അള്ളാഹുവിൻ്റെ അടുത്ത് ആദരവ് ലഭിക്കുന്ന, അള്ളാഹ്ക്ക് ഇഷ്ടം കിട്ടുന്ന വേറൊരു കാര്യമല്ല. നമുക്കും ലാഭം, അള്ളാഹ്ക്കും ഇഷ്ടം. പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ ഒരുപാടുണ്ടാകും. അത് ഗുണം അതേപോലെ തന്നെ അള്ളാഹിൻ്റെ ഇഷ്ടം, അള്ളാഹിൻ്റെ ആദരവ്, പ്രാർത്ഥനയേക്കാൾ വലിയ ഒരു ആദരവ് ലഭിക്കുന്ന കാര്യമില്ല എന്ന്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് പറയാണ്, മൂസാ നബി നിങ്ങൾ ചോദിച്ചത് എന്താണെങ്കിൽ നിങ്ങൾക്കതാ നൽകുകയാണ്. വലഖദ് മനന്നാ അലൈക മറത്തൻ ഉഖ്റാ വലഖദ് മനന്നാ അലൈക മറത്തൻ ഉഖ്റാ. നോദിക്കേ, ആയത്ത് മാത്രം നോദിക്കേ. വലഖദ് തീർച്ചയായും മനന്ന നാം അനുഗ്രഹം ചെയ്തിട്ടുണ്ട്. മിന്നത്ത് എന്ന് പറഞ്ഞാൽ അനുഗ്രഹം എന്നാണ്. മനന്ന എന്ന് പറഞ്ഞാൽ നാം അനുഗ്രഹം ചെയ്തിട്ടുണ്ട്. തീർച്ചയായും നാം അനുഗ്രഹം ചെയ്യും. ലഖദ് ഖദ് എന്ന വാക്ക് പറയുമ്പോഴേ നമ്മൾ ഓർക്കണം തീർച്ചയായും എന്നാണ്. ലഖദ് എന്നുള്ളത് ഒന്നും കൂടി ശക്തിപ്പെടുത്താൻ വേണ്ടി പറയാം. തീർച്ചയായും നാം അനുഗ്രഹം ചെയ്തിട്ടുമുണ്ട്. ആർക്ക്? അലൈക, താങ്കളുടെ മേൽ. ഇപ്പോൾ ചോദിച്ചത് തരുന്നുണ്ട്. അതിന് പുറമെ ഇതിനു മുമ്പേ തന്നെ നിങ്ങൾക്ക് നാം ഒരുപാട് നിഅമത്ത് തന്നിട്ടുണ്ട്. അലൈക, നിങ്ങളുടെ മേൽ, മറത്തൻ, പ്രാവശ്യം, ഉഖ്റാ, മറ്റൊരു പ്രാവശ്യം. ഇതിൻ്റെയൊക്കെ മുമ്പ് തന്നെ നിങ്ങൾക്ക് ഒരുപാട് തവണ എൻ്റെ നിഅമത്ത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതെന്താണ്? ലമാ ദക്കറ മിന്നത്തുഹു അലാ അബ്ദിഹി വറസൂലിഹി. അതിൽ അല്ലാഹു തആല ഈ ആയത്ത് കൊണ്ട് മൂസാ നബിനെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ അബ്ദായ, അടിമയായ, റസൂലായ പ്രവാചകന് മൂസാ ബിൻ ഇമ്രാൻ എന്ന പ്രവാചകനെ ഓർമ്മപ്പെടുത്തുകയാണ്. ഫിദ്ദീൻ, മതപരമായി നിങ്ങൾക്കൊരുപാട് നിഅമത്ത് കിട്ടി, നിങ്ങൾ സത്യവിശ്വാസത്തിലായി. വൽ വഹി, തൂരിസീന പർവ്വതത്തിന്റെ മുകളിൽ ചെന്നുകൊണ്ട് അവിടുന്ന് വഹി കിട്ടാൻ തുടങ്ങിയ നിഅമത്താണ്. വരിസാല, നിങ്ങളെ റസൂലാക്കി, നിഅമത്താണ്. വൈജാബത്ത സുആലിഹി, നിങ്ങൾ പ്രാർത്ഥിച്ച പല പ്രാർത്ഥനക്കും ഉത്തരം കിട്ടി. അവിടുന്ന് പിന്നെ അങ്ങോട്ട് ഫിറൗന്റെ കൊട്ടാരത്തിൽ നിന്ന് പോയ സമയത്ത് പ്രാർത്ഥിച്ചു, പടച്ചോനെ ഞാൻ ഫക്കീറാണ്, എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ജോലി കിട്ടി, കുടുംബം കിട്ടിയൊക്കെ പറഞ്ഞല്ലോ. പിന്നെ ദക്കറ നിഅമതഹു അലൈ, ധാരാളം നിഅമത്തുകൾ ഓർമ്മപ്പെടുത്തുകയാണ്. വഖ്ത തർബിയത്തി, കുഞ്ഞുനാളിൽ തർബിയത്ത് ലഭിക്കപ്പെടുകയാണ്, സംരക്ഷണം ലഭിക്കുകയാണ്. വത്തനഖുലാതി ഫി അത്വാരിഹി, വിവിധ ഘട്ടങ്ങളിൽ വിവിധ പ്രദേശങ്ങളിലേക്ക് ഭാഗങ്ങളിലേക്ക് പോയപ്പോഴുണ്ടായ അനുഗ്രഹങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത് വലഖദ് മനന്നാ അലൈക മറത്തൻ ഉഖ്റാ. മറ്റു പല സന്ദർഭങ്ങളിലും മൂസാ നബിയെ നിങ്ങൾക്ക് ഒരുപാട് നിഅമത്ത് നാം നൽകിയിട്ടുണ്ട്. മഹാനായ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി, അവിടെ നിങ്ങളുടെ പുസ്തകത്തിൽ അൽ ഖുർത്തുബി എന്ന് കാണുന്നുണ്ടോ? ഒരു അടുത്ത ലൈനിൽ കാണില്ലേ, ലാസ്റ്റ്, അത് ബ്രാക്കറ്റിലിടുക. അൽ ഖുർത്തുബി എന്ന് മാത്രമുള്ളത് ബ്രാക്കറ്റിലിടുക, അതിൻ്റെ കൂട്ടത്ത് പറഞ്ഞതല്ല. ഇമാം ഖുർത്തുബിയുടെ തഫ്സീറിലുള്ള ഒരു ഉദ്ധരണിയാണത്. അത് പിന്നെ ആ തഫ്സീറിൻ്റെ പേര് അൽ ജാമിഉ ലി അഹ്കാമിൽ ഖുർആൻ എന്നാണ്. ഖുർത്തുബി ഇമാമിൻ്റെ പേരാണ്. അദ്ദേഹത്തിൻ്റെ ജന്മനഗരമാണ് ഖുർത്തുബ്. മുഹമ്മദ് ബിൻ അഹ്മദുൽ അൻസാരി അൽ ഖുർത്തുബി എന്നാണ് പേര്. മുഹമ്മദ് ബിൻ അഹ്മദ് അൽ അൻസാരി അൽ ഖുർത്തുബി. അദ്ദേഹത്തിൻ്റെ അൽ ജാമിഉ ലി അഹ്കാമിൽ ഖുർആൻ 24 ജുസുകളായി പുറത്തിറക്കിയിട്ടുള്ള മതപരമായ ഖുർആനിലെ അഹ്കാമുകളും ദലീലുകൾ, തെളിവുകളും അതുപോലെ അനുബന്ധമായി ഓരോ ആയത്തു നിന്ന് കിട്ടുന്ന ഗുണപാഠങ്ങളൊക്കെ രേഖപ്പെടുത്തിയ തഫ്സീറാണ്. അദ്ദേഹം മരിക്കുന്നത് ഹിജ്റ 671 ഇനി പറയാൻ പോകുന്ന ഇമാം ഖുർത്തുബിൻ്റെ തഫ്സീറിലെ
ഇമാം ഖുർത്തുബി മരിക്കുന്നത് ഹിജറ 671 അദ്ദേഹം പറയാണ് ഈ ആയത്ത് വഹിയ ഹിഫ്ലുഹു സുബ്ഹാനഹു, അള്ളാഹുവിൻ്റെ സംരക്ഷണം കിട്ടുകയാണ്. ലഹു മൂസാ നബിക്ക് മിൻ ശർരിൽ അഅദാ, ശത്രുക്കളുടെ ഷർറുകളിൽ നിന്ന് പലപ്പോഴും രക്ഷ ലഭിച്ചത് നിഅമത്താണ്. ഫിൽ ഇബ്തിദാ, തുടക്കം മുതൽ. വദാലിക ഹീന ദബ്ഹ്, കുഞ്ഞുങ്ങളെ കൊല്ലുമെന്ന നാട്ടിൽ വെച്ച് തന്നെ വളരാനുള്ള ശത്രുക്കളുടെ ഷർറുകളിൽ നിന്ന് കാവൽ മുതൽ ഇപ്പോഴും മൂസാ നബിക്ക് അല്ലാഹുവിൻ്റെ നിഅമത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. ഈ ഇമാം ഖുർത്തുബിന്റെ തഫ്സീറിനെ പറ്റിയിട്ട് പറഞ്ഞ ചില റിപ്പോർട്ടുകൾ കാണാം. ഖാല ഹസൻ ആലു സൽമാൻ, അദ്ദേഹം പറയാം മിൻ അജ്വദി കുതുബി തഫ്സീരി വഅക്സറുഹാ നഫഅ, ഏറ്റവും മേന്മയേറിയ തഫ്സീറുകളിൽപ്പെട്ട ഒന്നാണ് ഇമാം ഖുർത്തുബിയുടെ തഫ്സീർ. വഅക്സറുഹാ നഫഅൻ, ഏറ്റവും ഉപകാരമുള്ള ഒരു തഫ്സീറാണ്. സുഹൂലത ഉസ്ലൂബി, ലളിതമായ ശൈലിയാണ്. ഒരു ബേസിക് അറബിയൊക്കെ കിട്ടുന്ന, കുറച്ചൊക്കെ ഒന്ന് അറബി അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം മുതാരിയൊക്കെ അറിയുന്ന ഒരാളാണെങ്കിൽ വായിച്ചു മനസ്സിലാക്കാവുന്ന സിമ്പിളായ ശൈലിയാണ്. വഹുസിന തൻദീമി മസായിലിഹി, അതുപോലെ അതിലുള്ള വിഷയങ്ങളൊക്കെ നല്ല ചിട്ടവട്ടങ്ങളായി. ഇതിൽ ഇത്ര കാര്യങ്ങളുണ്ട്, 6 കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്, ഈ ആയത്തിൽ 7 കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരു നല്ല ശൈലിയിൽ പറയുന്ന തഫ്സീറാണ്. അദ്ദേഹം ഒരിക്കൽ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, 4 കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ നീ വലിയ ഭാഗ്യവാനാണ്. ഇതിലൊന്ന് ശുക്ർ, നിനക്ക് പടച്ചോൻ തന്ന നിഅമത്തുകൾക്ക് നീ ശുക്ർ കാണിക്കുന്ന മനുഷ്യനാണെങ്കിൽ നീ നല്ല ആളാണ്. വൽ ഈമാൻ, നിനക്ക് നിഅമത്ത് തന്ന അള്ളാഹുവിലുള്ള ഈമാൻ നിനക്കുണ്ടെങ്കിൽ നീ നല്ലൊരു മനുഷ്യനാണ്. വദ്ദുആ, നിനക്ക് പ്രാർത്ഥിക്കണമെന്ന തോന്നലും പ്രാർത്ഥനയും ഉള്ളൊരു മനുഷ്യനാണ് നീയെങ്കിൽ നീ നല്ലൊരു മനുഷ്യൻ്റെ അടയാളമാണ്. വൽ ഇസ്തിഗ്ഫാർ, ഇടക്കിടക്ക് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുന്ന ശീലമുണ്ടെങ്കിൽ നിന്നിലൊരു നന്മയുണ്ടെന്ന് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹിയുടെ തഫ്സീർ വായിക്കുമ്പോൾ പല ഘട്ടങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിലക്ക് വിശുദ്ധ ഖുർആനിൻ്റെ അതിൻ്റെ ആയാത്തുകളുടെ തഫ്സീറുകളുടെ ഭാഗങ്ങളൊക്കെ പഠിക്കുമ്പോൾ അറിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു മാനസികമായൊരു തൃപ്തിയും സന്തോഷവും ഉണ്ട്. അള്ളാഹു അതൊക്കെ നമുക്ക് അധികരിപ്പിച്ച് നൽകുമാറാകട്ടെ. ഉപകാരമുള്ള ധാരാളം അറിവ് അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ച് നൽകുമാറാകട്ടെ. ഒന്നുകൂടി ആ 2 ആയത്തുകളൊന്ന് ഓതി നോക്കാം. قال قد أوتيت سؤلك يا موسى ولقد مننا عليك مرة أخرى. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മൂസാ നബിൻ്റെ ഉമ്മാൻ്റെ ആ ചെറിയ പ്രസവ സമയം മുതൽ ആൺകുഞ്ഞാണെന്ന് അറിഞ്ഞത് മുതൽ ഉണ്ടായ ചില സംരക്ഷണവും മൂസാ നബിൻ്റെ ഉമ്മാൻ്റെ ഭയവുമൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് ഔഹൈന ഇലാ ഉമ്മിക മാ യൂഹ എന്ന് തുടങ്ങുന്ന മൂസാ നബിൻ്റെ ഉമ്മയെക്കുറിച്ചുള്ള പരാമർശമാണ് വരുന്ന ആയത്തുകളിലുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിക്കാൻ, കേൾക്കാൻ, അറിയാൻ, മനസ്സിലാക്കാനുള്ള ഒരു ആഫിയത്തും ദീർഘായുസ്സും അള്ളാഹു നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. നമ്മുടെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കണമെന്ന് തോന്നുകയാണ്. ഒന്ന്, നാളെ ഇൻഷാ അല്ലാഹ് ചേർത്തലയിൽ വെച്ചുകൊണ്ട് വിസ്ഡം യൂത്തിൻ്റെ ഒരു വലിയ സംഗമം വരാനിരിക്കുന്നതിൻ്റെ പ്രഖ്യാപനമാണ്. കോഴിക്കോട് കടപ്പുറത്ത് നമ്മളൊരിക്കൽ ഒരുമിച്ച് കൂടിയതുപോലെ യുവാക്കളുടെ ഒരു വലിയ ജനസാഗരം ഇൻഷാ അല്ലാഹ് വരാനിരിക്കുന്നതിൻ്റെ ഡേറ്റും അതിൻ്റെ പ്രമേയവും ഒക്കെ പ്രഖ്യാപിക്കുന്ന സമ്മേളനമാണ്. നമ്മളെല്ലാവരും പോകണമെന്നൊന്നുമില്ല, പോകേണ്ട ആളുകളെ ഇവിടുന്ന് ഇൻഷാ അല്ലാഹ് യാത്രയാക്കുന്നുണ്ടാവും. നമ്മളതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ യുവാക്കൾക്കിടയിലുള്ള ഒരു ദഅവത്തിൻ്റെ ഒരു മുന്നൊരുക്കം എന്ന നിലക്കാണ് പ്രോഗ്രാം നടക്കുന്നത്. അതിൻ്റെ വിജയത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. രണ്ടാമത്തത്, സാധാരണഗതിയിൽ പീസ് റേഡിയോയിൽ അന്നൂർ എന്ന് പറയുന്ന ലൈഫ് കോഴ്സ് നടക്കാറുണ്ട്. അത് ഏതെങ്കിലും ഒരു പഠന വിഷയമാണെങ്കിൽ ഇപ്പോൾ നടക്കുന്ന മൊഡ്യൂള് കുടുംബ വിഷയത്തെക്കുറിച്ചുള്ള പഠനമാണ്. 2 ഗുണമുണ്ട്. ഒന്നത് പഠിക്കാൻ പറ്റും, 2 നമ്മുടെ ഒരുപാട് തെറ്റിദ്ധാരണകൾ കുടുംബവുമായി, മക്കളുമായി, ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന പല സംശയങ്ങളെയും തീർക്കാൻ പറ്റുന്നൊരു പഠന കോഴ്സ് നടക്കുന്നുണ്ട്. അറിയാത്തവരുണ്ടാവില്ല, എങ്കിലും ഓർമ്മപ്പെടുത്താണ്. അന്നൂർ എന്ന അതിൻ്റെ പീസ് റേഡിയോൻ്റെ കോഴ്സ് ഓപ്ഷനിൽ പോയി ജോയിൻ ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ പഠിക്കാനുള്ള സാധനവും കിട്ടും, പരീക്ഷയും ടെസ്റ്റുകളും കാര്യവും അവസാനം അതിൻ്റെ സർട്ടിഫിക്കറ്റും കിട്ടും ഇൻഷാ അല്ലാഹ്.
സാധ്യമാകുന്നവർ അത് ഉപയോഗപ്പെടുത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നല്ല ഉദ്ദേശങ്ങളെ അള്ളാഹു സഫലീകരിച്ച് നൽകുമാറാകട്ടെ.